ഇറാനിൽ മിസൈലുകൾ ഇനി ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിറങ്ങിയ ട്രംപ് ഇപ്പോൾ പറയുന്നത് അണ്ണാ ഹോർമുസ് കടലെടുക്ക് ഒന്ന് തുറക്കണ്ട, ആ അവസ്ഥയിലേക്ക് എത്തി. അതായത് ഹോർമുസ് കടലെടുക്ക് തുറക്കുക എന്നതായി ട്രംപിൻ്റെ അവസാന ലക്ഷ്യം. അതിനിടയിൽ ട്രംപ് പറയുകയാണ് എന്നെ മറ്റേ ആയത്തുള്ള അലി ഡൊണാൾഡ് ട്രംപ് എന്ന നിലയിൽ അവിടെ ഒരു പരമാധികാരിയായി നിയമിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. ഇത് ഈ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതാണ് സംഭവിച്ചത്. അടിച്ചു വീഴ്ത്തി നിലത്ത് കിടന്ന് ഉരുളുമ്പോഴും ഈ ചങ്ങാതി ഇത് എൻ്റെ സാഷ്ടാംഗ പ്രണാമമാണ്, പുരുഷൻ എന്നെ അനുഗ്രഹിക്കണമെന്ന മട്ടിലൊക്കെ കിടന്ന് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ഇതിനൊക്കെ നെറേറ്റ് ചെയ്യുന്നത്. ഏതു നമ്മൾ ഒരു യുദ്ധം, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യയുടെ കടുത്ത ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നതെങ്കിൽ ബുഷഹർ ആണവ നിലയം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നിലപാട് ഇപ്പോൾ റഷ്യ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ജീവനക്കാർ കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ആക്രമണം ഇനി മേലിൽ ആവർത്തിക്കരുതെന്ന രീതിയിലാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പം അമേരിക്കയുടെ അവസ്ഥ വളരെ ദുർബലമാണ്. ഇപ്പോൾ വളരെ നമുക്ക് സങ്കടം തോന്നുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. വലിയ കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു ആരും സഹായിക്കാനില്ലാതെ ഇങ്ങനെ ഒരു മുങ്ങിത്താഴുന്നൊരവസ്ഥയിലേക്കൊക്കെ പോവുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു മാർഗം മുന്നിലൊന്നും തെളിയുന്നില്ല. ഒരു 10 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതിനും ഒരു ധാരണയായിട്ടില്ല. ഇറാൻ ആണെങ്കിൽ ഓരോ ദിവസവും കരുത്താർജിച്ച് മുന്നോട്ട് വരുന്നു. ഓരോ പ്രാവശ്യം ഇപ്പോൾ അമേരിക്ക പറയുന്നുണ്ട് 10,000 സൈനികരെ അമേരിക്ക അണിനിരത്തും, അല്ലെങ്കിൽ അങ്ങോട്ട് വിടുമെന്ന് പറയുമ്പോൾ വിട്ടോളൂ, ഞങ്ങളിവിടെ സജ്ജരാണ് എന്ന നിലയിൽ തിരിച്ച് ഇറാൻ പ്രതികരിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് എവിടെയും ഒരു പിടിവള്ളി കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ? വിദ്യ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അമേരിക്ക ചുരുണ്ടുകൂടുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയും വർദ്ധിത വീര്യത്തോടെ ഇറാനെ ആക്രമിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അതായത് ഇത്രയും കാലം അമേരിക്ക ചെയ്തിരുന്നത്, ഇസ്രായേൽ ചെയ്തിരുന്നത് അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ്. ശരിയാണ്, അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഫൈറ്റർ ജെറ്റുകൾ അവരുടെ ആ ഒരു ശേഷി കൂടുതലാണ്. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ പക്കലുള്ള പരമാവധി ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം 300-ൽ താഴെയാണ്. ഈ ഫൈറ്റർ ജെറ്റുകൾ വെച്ചിട്ടാണ് ഇവർ ഇറാന് നേരെ ശക്തമായ ആക്രമണങ്ങൾ പലയിടത്തും നടത്തുന്നത്. അമേരിക്കയ്ക്ക് ഈ നടുക്കടലിൽ കൊണ്ടിട്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ ജെറാൾഡ് ഫോർഡ് തുടങ്ങിയ കപ്പലുകളിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനാണ് കഴിയുക. പക്ഷേ ആ 2 കപ്പലുകളും ഇപ്പോൾ അജ്ഞാതമായ ഏതോ കേന്ദ്രങ്ങളിലാണ്. USS ജെറാൾഡ് ഫോർഡിന് തീപിടിച്ചു, അത് തിരിച്ച് ഗ്രീസിലേക്ക് കൊണ്ടുപോയി. USS എബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറഞ്ഞു. അതിനുശേഷം ആ കപ്പലിനെ കുറിച്ച് അമേരിക്ക മിണ്ടുന്നില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നത് USS ട്രിപ്പോളി എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു കപ്പൽ വരികയാണ്. ആ കപ്പൽ എങ്ങോട്ടാണ് വരുന്നത്? അത് ഇറാനിലേക്ക് കരയുദ്ധം നടത്താനാണ് വരുന്നത്. 10,000-ലധികം സൈനികർ അതിലുണ്ട്. 10,000 സൈനികർ മുഴുവൻ ആയുധങ്ങളുമായിട്ട് ഏതാണ്ട് 55-60 ഫൈറ്റർ ജെറ്റുകളുമായിട്ട് ആ US ട്രിപ്പോളി കപ്പൽ ഇറാൻ്റെ തീരം തൊടാനായിട്ട് വരികയാണ്. ആ വരുന്ന വരവിൽ ആരുമില്ല അമേരിക്കയുടെ പിന്നിൽ എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. അതായത് അമേരിക്കയെ പിന്തുണയ്ക്കാനായിട്ട് ഗൾഫ് രാജ്യങ്ങളുടെ സൈന്യമില്ല, യൂറോപ്യൻ യൂണിയൻ്റെ സൈന്യമില്ല, നാറ്റോ രാജ്യങ്ങളുടെ സൈന്യമില്ല. ഇനി ഇസ്രായേലിൻ്റെ സൈന്യം പോലും അമേരിക്കയെ ആ നീക്കത്തിൽ അകമ്പടി സേവിക്കുന്നില്ല. അതായത് ഒരു കരയുദ്ധത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇസ്രായേലിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടതില്ല. വ്യോമയുദ്ധം, അതായത് ഇസ്രായേൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിൽ ബോംബും ഗ്രനേഡും മിസൈലും ഒക്കെ അയച്ചിട്ട് യുദ്ധം ജയിച്ചേ എന്ന മട്ടിൽ നിൽക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പണ്ട് മുതലേയുള്ള സ്ട്രാറ്റജി. നേർക്ക് നേർ ശക്തികളുമായി ഏറ്റുമുട്ടിയ ചരിത്രമൊന്നും ഇസ്രായേലിനില്ല. ഇസ്രായേൽ ആകെ ഏറ്റവും ഒടുവിൽ ചെയ്യുന്നത് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് ബോംബിട്ടിട്ട് അഭയാർത്ഥികളായി ടെൻറ്റുകളിൽ കഴിഞ്ഞുകൂടുന്ന, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത, പൊടി ശ്വസിച്ച് അല്ലെങ്കിൽ ദേഹം മുഴുവൻ മുറിവുകളുമായി ചികിത്സാ സഹായവും ഭക്ഷണ സഹായവും തേടി ഇരന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടു കഴിയുന്ന ഒരു ജനതയുടെ നെഞ്ചത്തേക്ക് ബോംബുകളും മിസൈലുകളും അയച്ചിട്ട് അവരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയിട്ട് അത് മുഴുവൻ തീവ്രവാദികളാണ്, ഞങ്ങൾ ജയിച്ചേ എന്ന് പറയുന്ന ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് ഇസ്രായേൽ ഇത്രയും കാലം ചെയ്തിട്ടുള്ളൂ. സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൂട്ടത്തോടെ കൊല്ലുക, വംശഹത്യ നടത്തുക, 10,000-70,000 പേരെ ഗസയിൽ 2-2.5 വർഷക്കാലം കൊണ്ട് ഇല്ലാതാക്കുക, ലക്ഷക്കണക്കിന് ആളുകളെ പരിക്കേൽപ്പിച്ച് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ യുദ്ധവിജയം എന്ന നിലയിലാണ് ഇസ്രായേൽ വലിയ സംഭവമാണെന്ന മട്ടിൽ നമുക്കിടയിലൊക്കെ ഉള്ള പലരും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് യഥാർത്ഥ ശക്തികളുമായിട്ട് മുട്ടാൻ തുടങ്ങിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇസ്രായേൽ ഇമാതിരി ഒരു യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. ഇറങ്ങിത്തിരിച്ച പാടെ 8
എട്ടിൻ്റെ പണി എന്ന് പറയുന്ന രീതിയിൽ ശക്തമായി തിരിച്ചടി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള അത്രയും കഠിനമായ തിരിച്ചടിയാണ്, കാഠിന്യമേറിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് ഇപ്പോൾ കിട്ടിയത് എന്ന് IDF പോലും 3 ദിവസം മുമ്പ് സ്ഥിരീകരിച്ചതാണ്. അവരുടെ ടെല്ലവീവ് കത്തുന്നു, ഹൈഫ കത്തുന്നു, ജെറുസലേം കത്തുന്നു, തന്ത്രപ്രധാന മേഖലകളിൽ മിസൈലുകൾ വീഴുന്നു, ക്ലസ്റ്റർ ബോംബുകൾ വീഴുന്നു, ജനങ്ങൾ പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു, നെതന്യാഹുവും ബങ്കറിൽ തന്നെ കഴിച്ചു കൊടുത്തു. അങ്ങനെ വല്ലാത്ത ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇസ്രായേലിനുള്ളത്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്തിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അവരുടെ സൈനിക കേന്ദ്രങ്ങളടക്കം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും 13 അമേരിക്കൻ താവളങ്ങൾ തകർന്നു എന്നാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന റിപ്പോർട്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികളും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇറാനെ വരിഞ്ഞു മുറുക്കിയേ പറ്റൂ, എങ്ങനെയെങ്കിലും ഇറാനെ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ. ഓരോ നിമിഷം കഴിയും തോറും യുദ്ധച്ചെലവ് ഏറുകയാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഏറി വന്നാൽ 1 ലക്ഷം രൂപ ഒരു ഇറാൻ്റെ ഡ്രോണിന് കണക്ക് കൂട്ടുകയാണെങ്കിൽ, ഒരു ഉദാഹരണമാണ് പറഞ്ഞത്, 1 ലക്ഷം രൂപയുടെ ഒരു ഡ്രോൺ ഇറാൻ ഉപയോഗിച്ചാൽ ആ ഡ്രോൺ ഉപയോഗിച്ച് തകർക്കുന്ന അമേരിക്കയുടെ ഏതെങ്കിലും ഒരു പാർട്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ സൈനിക താവളത്തിൽ യുദ്ധവിമാനത്തിലേക്ക് ചെലവെന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ഡോളറാണ്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് സാമ്പത്തികമായി വലയുന്നത് അമേരിക്കയാണ്. എന്ന് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് ഇറാൻ 46 വർഷമായി പ്രതിരോധത്തിൻ്റെ പാതയിൽ നീങ്ങുന്ന രാജ്യമാണ്. അവർക്കെതിരെ ഇതിനു മുമ്പും 10 വർഷക്കാലത്തോളം നീണ്ടുനിന്ന ഇറാഖിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിരുന്നു, അമേരിക്കൻ സ്പോൺസേഡ് ആക്രമണം. ആ സമയത്ത് പോലും പിടിച്ചു നിന്നവരാണ് അവർ. 2021 അവിടെ ഒരു ആഭ്യന്തര കലാപത്തിനുള്ള ശ്രമം ഉണ്ടായിരുന്നു, അതിനെയും അതിജീവിച്ചവരാണ്. ഈ അടുത്ത കാലത്തും ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ ഒരു ആഭ്യന്തര കലാപത്തിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും ഇന്റലിജൻസ് ഏജൻസികളും ഒക്കെ ആളുകളെ വിട്ടിട്ട് ആ ഇറാനെ തകർക്കാൻ നോക്കിയിരുന്നു, ആഭ്യന്തര കലാപം രൂക്ഷമാക്കി. പക്ഷേ അതിനെയും അതിജീവിച്ചവരാണ് ഇറാൻ. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് പതിറ്റാണ്ടുകളുടെ പ്രതിരോധ പാരമ്പര്യമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെ യുദ്ധം ഉണ്ടാകും, ഇതൊക്കെ തകരും, അല്ലെങ്കിൽ ഞങ്ങൾ രക്തസാക്ഷികളാവുമെന്ന് കരുതി ജീവിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു പുതുമയല്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഏതെങ്കിലും തരത്തിൽ വരിഞ്ഞു മുറുക്കിയില്ലെങ്കിൽ, നിർത്തിയില്ലെങ്കിൽ വലിയ നഷ്ടം അമേരിക്കയ്ക്കും ഇസ്രായേലിനും, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് ട്രംപ് തിരിച്ചറിയുകയാണ്. അവിടെയാണ് ട്രംപ് 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് ഇറാൻ തള്ളിക്കളയുന്നു. അതിനുശേഷം 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അപ്പോഴും ഇറാൻ പറയുന്നു, ഞങ്ങളുടെ ലക്ഷ്യം കാണുന്നതുവരെ യുദ്ധം ചെയ്യും. ഒരു വിധത്തിലുള്ള ചർച്ചകൾക്കുമില്ല. കാരണം ചർച്ച എന്ന് പറഞ്ഞ ആണവ കരാറിന്മേൽ ചർച്ച നടത്തിയപ്പോഴാണ് ഈ ആക്രമണം അമേരിക്കയും ഇസ്രായേലും ആരംഭിക്കുന്നത്. ചതിയായിരുന്നു. ചർച്ചയ്ക്ക് തയ്യാറായി ഇറാനെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി സമാധാനിപ്പിച്ച് കൂളാക്കി ഇരുത്തിയിട്ട് അതിനിടയിൽ കൂടി ആക്രമണം നടത്തി ആയത്തുള്ള അലി ഖാംനെയെയും ബാക്കിയുള്ളവരെയൊക്കെ വധിച്ചു. ഇനി ഇറാൻ എന്ത് നോക്കാനാണ്? അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇനി തിരിച്ചടിക്കുക, ശക്തമാക്കുക എന്നത് തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം. പക്ഷേ അതിനിടയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പതിയെ പിൻവലിയാനുള്ള പല വഴികളും നോക്കുകയാണ്. അപ്പോൾ അമേരിക്ക അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ വാക്പ്രയോഗങ്ങൾ നടത്തുന്നു, എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് ഊരാൻ നോക്കുന്നു. അതിനിടയിൽ ഇസ്രായേൽ ഈ യുദ്ധം കടുപ്പിക്കുകയാണ്. ഇപ്പോൾ ബുഷഹർ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഈ ബുഷഹർ എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചപ്പോൾ പോലും തൊടാതെ വെച്ചിരുന്ന ആണവ കേന്ദ്രമാണ്. ഇസ്ഫഹാനും നതാൻസും അടക്കമുള്ള 3 ആണവ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ജൂണിൽ ഇറാനിലെ ഈ ആണവ. പക്ഷേ ബുഷഹറിനെ കാരണം ബുഷഹർ എന്ന് പറയുന്നത് അവിടെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രമാണ്. അവിടുത്തെ ജീവനക്കാർ റഷ്യക്കാരാണ്. സാങ്കേതിക സഹായം നേരിട്ട് റഷ്യ നൽകുന്നതാണ്. അവിടെ തൊട്ടാൽ വിവരമറിയും എന്ന് അന്നേ അമേരിക്കയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ആണവ കേന്ദ്രത്തെ അമേരിക്ക മാറ്റി നിർത്തിയത്. പക്ഷേ ഇസ്രായേൽ അതിൻ്റെ ഇടയിൽ വീണ്ടും യുദ്ധം രൂക്ഷമാക്കുന്ന വിധത്തിൽ ഇറാൻ്റെ ഈ ആണവ കേന്ദ്രം ആക്രമിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ റഷ്യ കളത്തിലിറങ്ങുകയാണ്. റഷ്യ പറയുന്നു, ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇവിടേക്ക് വന്നാൽ കളി മാറും. കാരണം റഷ്യയെ സംബന്ധിച്ച് റഷ്യ 2 കാര്യങ്ങളാണ്. ഒന്ന്, റഷ്യ യുക്രൈന് നേരെ നിരന്തരമായ ആക്രമണം നടത്തുമ്പോൾ അതിനെയൊക്കെ പിന്തുണച്ച്, അതായത് യുക്രൈനെ പിന്തുണച്ച് അമേരിക്ക രംഗത്ത് വന്നിരുന്നു. അത് റഷ്യക്ക് വലിയ ദേഷ്യമുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, അന്ന് ആ യുദ്ധ സമയത്ത് റഷ്യയെ ഏറ്റവും അധികം പിന്തുണച്ചത് ഇറാനായിരുന്നു. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും അടക്കം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്ക് വലിയ കടപ്പാട് ഇറാനോടുണ്ട്.
അത് വീട്ടാനുള്ള അല്ലെങ്കിൽ ആ കടപ്പാട് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി ഈ യുദ്ധത്തെ റഷ്യ പൂർണ്ണമായും കണ്ടിട്ടില്ല. പക്ഷെ കാണാനുള്ള അവസരം എന്ന നിലയിലേക്ക് ഇസ്രായേൽ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഇറാന് പരിപൂർണ പിന്തുണയുമായി രംഗത്ത് വരുന്നു. ഈ കിം ജോങ് ഉന്ന് എപ്പോൾ ഇടപെടുമെന്ന് അറിയില്ല ഈ നോർത്ത് കൊറിയയിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് പിന്തുണ കൂടുകയാണ്. ഇറാൻ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ വരികയാണ്. അറബ് രാജ്യങ്ങൾ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറാനിലേക്ക് പോയി ആക്രമണം നടത്തിയത് ഇസ്രായേലും അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിൻ്റെ ഒരു റിട്ടാലിയേഷനായിട്ടാണ് ഈ പറയുന്ന ഇറാൻ ആക്രമണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ കാരണക്കാർ, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇറാനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അറബ് രാജ്യങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഒറ്റപ്പെടുകയും ഇറാൻ യുദ്ധത്തിൽ മേൽക്കൈ ഉണ്ടാവുകയും റഷ്യ ശക്തമായി ഇറാന് വേണ്ടി രംഗത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഗ്രിപ്പ് പോയി, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് മനസ്സിലായി അമേരിക്ക പതുക്കെ തലയൂരുമ്പോൾ ഇസ്രായേൽ അമേരിക്കയെ കൂടി ഇതിലേക്ക് വലിച്ചിടുന്ന വിധത്തിൽ യുദ്ധം രൂക്ഷമാക്കുന്ന വിധത്തിലേക്ക് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്നാണോ ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും ഇറാൻ്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് 80% ഉപയോഗിക്കുന്ന അവരുടെ വാതക സംഭരണ കേന്ദ്രം എന്നാണോ ഇസ്രായേൽ ആക്രമിച്ചത്, അല്ലെങ്കിൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിലേക്ക്, ഇറാൻ്റെ എണ്ണ സംഭരണശാലകളിലേക്ക് എന്നാണോ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്, അന്ന് മുതൽ തന്നെ ഏതാണ്ട് ഈ യുദ്ധം തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇറാൻ അതിൻ്റെ പ്രതികാരം എന്നോണം അറബ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾ മുഴുവൻ ആക്രമിക്കാൻ തുടങ്ങി. സൗദിയുടെ അരാംകോ സെൻറ്ററുകൾ അടക്കം ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഈ യുദ്ധത്തിൻ്റെ തലം മാറി. അല്ല എന്നുണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഇറാൻ്റെ മറ്റ് കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഇസ്രായേലും അമേരിക്ക ആക്രമണം നടത്തിയത്, ഇറാൻ തിരിച്ചും ഈ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേലിൻ്റെ ഭൗമ പ്രദേശങ്ങളും മാത്രമായിരുന്നു ആക്രമിക്കുന്നത് എങ്കിൽ ഈ യുദ്ധം ഇതുപോലെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പ്രതിസന്ധി ഉണ്ടാക്കില്ലായിരുന്നു. ഇത് എണ്ണ കേന്ദ്രങ്ങൾ, എണ്ണ സംഭരണശാലകൾ, റിഫൈനറികൾ, വാതക പ്ലാന്റുകൾ, വാതക സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങി ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ള, ഈ യുദ്ധം തുടങ്ങിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള കേന്ദ്രങ്ങൾ, അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ മുഴുവൻ ഇറാൻ തകർക്കാൻ തുടങ്ങിയപ്പോൾ, അതിന് കാരണം ഇസ്രായേലാണ്, അത് തകർക്കാൻ തുടങ്ങിയപ്പോൾ ഈ യുദ്ധത്തിൻ്റെ തലം മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു വശത്ത് യുദ്ധം തുടരുമ്പോഴും അമേരിക്ക പേടിച്ച് സ്കൂട്ടാകുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അമേരിക്ക വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ തൊട്ടപ്പോഴാണ് ഈ യുദ്ധം മൊത്തത്തിൽ ഗതി മാറിയത് എന്ന് പറയേണ്ടി വരും. ഈ അമേരിക്കയുടെ പിന്മാറ്റത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്കറിയാം എപ്പോഴും ഒരു ചതിയിലൂടെയാണ് അമേരിക്ക എപ്പോഴും ഏത് രാജ്യങ്ങളോടും ചതി അല്ലെങ്കിൽ ഇരട്ടത്താപ്പ്, സാമ്പത്തിക ഉപരോധമാണ് അത് തന്നെ. അതുപോലെ തന്നെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ നയങ്ങളൊക്കെയാണ് അമേരിക്ക നടത്തി വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സാമ്പത്തിക ഉപരോധമാണ് ഇറാൻ ഇത്ര കണ്ട് വളർത്തിയതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇറാൻ ഇത്രയൊന്നും വളരില്ലായിരുന്നു ഒരു പക്ഷേ. സ്വന്തമായിട്ട് മറ്റ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ സ്വന്തമായിട്ട് വളരണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവുകയും അതാണ് ഇന്ന് ഈ കാണുന്ന ഇറാനായിട്ട് മാറാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചതി എന്ന് പറയുമ്പോൾ, ആദ്യമേ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ അനുനയ ചർച്ചയ്ക്ക് വിളിക്കുന്നു, അവിടെ വെച്ച് കൂളാക്കിയിരുന്ന സമയത്ത് ഇറാനിൽ ആക്രമിക്കുന്നു, ഇറാന്റെ പരമോന്നത നേതാവിനെ ഉൾപ്പെടെ അവർ ആക്രമിക്കുന്നു. അതിനുശേഷം ഈ ഒരു 10 ദിവസത്തെ ഇടവേള പ്രഖ്യാപിക്കുന്നു യുദ്ധത്തിൽ. ആ ഒരു സമയത്താണ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. അങ്ങനെ എന്ത് പറഞ്ഞാലും പറയുന്നതൊന്ന് വ്യത്യസ്തമായ പ്രവൃത്തി ഒന്ന് എന്ന രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ തന്നെ പരമോന്നത നേതാവാകാൻ ഇറാൻ ക്ഷണിച്ചു എന്നാണ്. അത് പറഞ്ഞിരിക്കുന്നത് നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ യോഗത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ട്രംപിനെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ മായപോയൊരു കോടാലി അത്രയാണ് എല്ലാവരും കരുതിയിട്ടുള്ളൂ. പക്ഷേ ഇത്ര നാളും ട്രംപ് നടത്തിയിരുന്ന ഇത്തരം പൊള്ളയായ വാക്കുകൾ അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത വാക്കുകളൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ പോകും എങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ആഭ്യന്തര കാര്യത്തിലാണ്, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആഭ്യന്തര കാര്യത്തിലാണ് ട്രംപ് ഇടപെട്ടിരിക്കുന്നത്. അതിനുമായി ബന്ധപ്പെട്ട ഒരു സംസാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിയത്? ട്രംപിനെ സംബന്ധിച്ച് ഇറാൻ തോറ്റു, അല്ലെങ്കിൽ ഇറാൻ ഞങ്ങൾക്ക് വഴങ്ങി പിന്മാറി, അല്ലെങ്കിൽ ഇറാനുമേൽ ഞങ്ങൾക്ക് വലിയ വിജയമുണ്ടായി എന്ന് സ്ഥാപിക്കുക എന്നതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഇറാൻ തിരിച്ചടിച്ചതുകൊണ്ട്, ഞങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായതുകൊണ്ട്
ഇനിയും മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് വലിയ അപകടമാണെന്ന് കണ്ട് ഞങ്ങൾ തടി തപ്പി എന്നാരും പറയരുത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക ഈ വിധത്തിലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വിദ്യ, തുടക്കം മുതൽ ഈ യുദ്ധത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ട്രംപ് എന്തൊക്കെ വീരവാദങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ തീർത്ത് കളയും, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ നഷ്ടങ്ങളുണ്ടാകും, നിങ്ങൾ ഇല്ലാതാകും, ഞാൻ പറയുന്ന ആൾ ഇറാൻ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ ട്രംപ്, ഇറാൻ്റെ റെജിം ചേഞ്ചിന് വേണ്ടി ഇറങ്ങിയ ട്രംപ്, ഇറാൻ ആണവ പരീക്ഷണം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയ ട്രംപ്, ഇറാനിൽ മിസൈലുകൾ ഇനി ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിറങ്ങിയ ട്രംപ് ഇപ്പോൾ പറയുന്നത് അണ്ണാ ഹോർമുസ് കടലെടുക്ക് ഒന്ന് തുറക്കണ്ട, ആ അവസ്ഥയിലേക്ക് എത്തി. അത് ഹോർമുസ് കടലെടുക്ക് തുറക്കുക എന്നതായി ട്രംപിൻ്റെ അവസാന ലക്ഷ്യം. അതിനിടയിൽ ട്രംപ് പറയുകയാണ്, എന്നെ മറ്റേ ആയത്തുള്ള അലി ഡൊണാൾഡ് ട്രംപ് എന്ന നിലയിൽ അവിടെ ഒരു പരമാധികാരിയായി നിയമിക്കാൻ വേണ്ടി ശ്രമം നടത്തി, ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. ഇത് ഈ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതാണ് സംഭവിച്ചത്. അടിച്ചു വീഴ്ത്തി നിലത്ത് കിടന്ന് ഉരുളുമ്പോഴും ഈ ചങ്ങാതി ഇത് എൻ്റെ സാഷ്ടാംഗ പ്രണാമമാണ്, പുരുഷൻ എന്നെ അനുഗ്രഹിക്കണമെന്ന മട്ടിലേക്ക് കിടന്ന് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ഇതിനൊക്കെ നെറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ലോകം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ട്രംപ് ഒരു ഊതി വീർപ്പിച്ച ബലൂണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ചില്ല് കൊട്ടാരം ആണ് ട്രംപ് ഇത്രയും കാലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരൊറ്റ ഏറിനത് തകരും എന്നുള്ളത് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്, ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ഈ യുദ്ധത്തിലെ മേൽക്കൈ പരിപൂർണമായി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ട്രംപ് പറയുന്നിടത്തേക്ക് ആരും വരുന്നില്ല, ലോകരാജ്യങ്ങൾ ആരും വരുന്നില്ല, നാറ്റോ രാജ്യങ്ങൾ വരുന്നില്ല, എന്തിന് ഈ ട്രംപുമായി സൗഹൃദമുള്ള ഒരു രാജ്യവും വരുന്നില്ല. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. പക്ഷേ ഈ യുദ്ധ വിഷയത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് നമുക്കാവശ്യമുള്ള ഇന്ധനം, നമുക്കാവശ്യമുള്ള ഗ്യാസ്, നമുക്കാവശ്യമുള്ള കപ്പലുകൾ ഹോർമുസ് വഴി തുറന്നു തരാനുള്ള പണിയാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ അമേരിക്കയ്ക്ക് ഇപ്പോൾ യുദ്ധത്തിന് പോവുകയല്ല ചെയ്തത്. ഇവിടെ കുറേ ആളുകൾ പറയുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും ചെയ്തത് ഭയങ്കര ശരിയാണ്, ഇറാൻ മത രാഷ്ട്രമാണ്, അവരുടെ മതം തലയ്ക്ക് പിടിച്ച ഭരണകൂടം തുലയട്ടെ, വർഗീയത ഇല്ലാതാവട്ടെ, അവിടെ അമേരിക്ക ഭരിക്കട്ടെ എന്നൊക്കെ ഇവിടെ ഇരുന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. ഇവരൊക്കെ വിഡ്ഢികളാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. അതിനെങ്ങനെയാണ് നമ്മൾ ഇടപെടുക? ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ മറ്റൊരു രാജ്യം എങ്ങനെയാണ് ഇടപെടുക? അതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ഇപ്പം നാളെ ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അമേരിക്കയോ ഇസ്രായേലോ വന്നിട്ട് ഇങ്ങോട്ട് ആക്രമണം നടത്തിയാൽ നമ്മൾ സമ്മതിക്കുമോ? ഏതെങ്കിലും ഒരു രാജ്യത്ത് അംഗീകരിക്കുമോ? നമ്മുടെ ഭരണകൂടം അതിനെ പിന്തുണയ്ക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അധികാരമൊന്നും വേണ്ട, അവർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാമെന്ന് പറയുമോ? ഇല്ലല്ലോ. ഇത് തന്നെയാണ് ഇറാനിലും സംഭവിച്ചത്. ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ഒരു ആക്രമണം, ഒരു ത്രെട്ട് വന്നപ്പോൾ ആ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിച്ചു. അപ്പോൾ അതിനു മേലെ ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രായേലും അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ച് അത് അഫ്ഗാനിലും പണ്ട് ഇറാഖിലും ഒക്കെ ചെയ്തതുപോലെ അവിടെയും ചെയ്ത് വിജയിക്കാമെന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിത്തിരിച്ചു. പക്ഷേ കാലം മാറി, ഇറാൻ പഴയ ഇറാനല്ല, ഇറാൻ വിചാരിച്ചതുപോലെയല്ല എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. ഇതിൻ്റെ സൂചനകൾ നേരത്തെ ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ളവർ നൽകിയിരുന്നു. നിങ്ങൾ യുദ്ധം തുടങ്ങിയാൽ യുദ്ധം തീർക്കുന്നത് ഞങ്ങളായിരിക്കും, യുദ്ധം തുടങ്ങിയാൽ അത് മേഖലാ യുദ്ധമാവും, വെറുതെ ആവശ്യമില്ലാതെ പണിക്ക് നിൽക്കരുത്, ഞങ്ങൾ ഹോർമുസ് അടക്കം അടയ്ക്കും, പിന്നെ നിങ്ങളൊക്കെ ഇന്ധനത്തിന് വേണ്ടി കരയും, ലോകത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും, വലിയ തിരിച്ചടി ഉണ്ടാകും, ഈ പണിക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണമെന്ന് ഇറാനും ഖാംനെയും ഒക്കെ പറഞ്ഞതാണ്. അതൊന്നും കേൾക്കാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനം ഇപ്പോൾ ഇതിൽ നിന്ന് ഊരാൻ കഴിയാതെ കുടുങ്ങിപ്പോയിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലിനുമാണ് കാണുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇറാന് കൂടുതൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണവ കേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യവും അവരുടെ ആണവ കേന്ദ്രവും ഊർജ്ജ കേന്ദ്രവും വൈദ്യുതിയും വെള്ളവും ഒക്കെ ഇല്ലാതായാൽ അവർ സ്വാഭാവികമായിട്ട് സറണ്ടർ ആവും. ഇതാണ് ഇസ്രായേൽ വിചാരിച്ചത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ നഷ്ടമൊന്നും സഹിക്കില്ല എന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ ഊർജ്ജ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ തച്ച് തകർക്കാൻ തുടങ്ങി. ഇതോടെ ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധം നിർത്താൻ വേണ്ടി സമ്മർദ്ദം തുടങ്ങി. അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു ഇനി മേലാൽ ആണവ കേന്ദ്രങ്ങളിലോ ഈ ഊർജ്ജ കേന്ദ്രങ്ങളിലോ ആക്രമിക്കരുതെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ റഷ്യ പറഞ്ഞു ഞങ്ങളുടെ ബുഷഹർ ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, വെറുതെ ഇടപെടരുത്, പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇതോടുകൂടി ഇനി യുദ്ധം ചെയ്യാൻ കളമില്ലാതെ യുദ്ധം ചെയ്ത് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ആരും പിന്തുണയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല എന്ത് ചെയ്താലും ഇറാനെ അടക്കി നിർത്താൻ കഴിയില്ല എന്നുകൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യപ്പെട്ടു. എന്നാൽ ഇറാനാകട്ടെ നിരന്തരമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇറാൻ ഇനി എന്ത് ചെയ്യും, എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ലാത്ത അമേരിക്കയും ഇസ്രായേലിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ കനിയണം, ഇറാൻ പറയണം എപ്പോൾ യുദ്ധം നിർത്തണമെന്നല്ലാതെ ഈ യുദ്ധം അവസാനിക്കുന്ന ഒരു സാധ്യതയുമില്ല. ഇനി ഇറാൻ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ യുദ്ധം അവിടെ നിൽക്കും, സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. അതിന് അമേരിക്ക തയ്യാറാകുമോ, ഇനി അമേരിക്ക തയ്യാറായാൽ തന്നെ ഇസ്രായേൽ അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. അമേരിക്ക ഇറാൻ പറയുന്നത് അംഗീകരിച്ചാൽ പിന്നെ ഇസ്രായേലിൻ്റെ മുഖം നഷ്ടപ്പെടും. ഇസ്രായേലിന് വലിയ ഭീഷണിയായി ഇറാൻ കുതിച്ചുയരും, വളരും. അതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തി ഈ യുദ്ധം ജയിക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു.